ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചെയ്ത് നോക്കാം മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് എങ്ങനെ സിമ്പിളായി ഒരു ഗ്രാഫ് വരക്കാം എന്നതിനെക്കുറിച്ച്. അതിനായി നമ്മൾ നമ്മുടെ ഡാറ്റ ഓപ്പൺ ചെയ്ത് ഇന്ന് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രൂട്ട് സ്റ്റാളിലെ ഫ്രൂട്ട്സിൻ്റെ പ്രൈസും അതിൻ്റെ വേരിയേഷനുമാണ്. ഫ്രൂട്ട്സിൻ്റെ പ്രൈസും ഓരോ മന്തിലെ ഫ്രൂട്ട്സിൻ്റെ വേരിയേഷനെ കുറിച്ച് ഉള്ളൊരു ഡാറ്റയാണ് ഞാൻ കളക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡാറ്റ ഉപയോഗിച്ച് ഓരോ മന്തിലെയും വേരിയേഷൻ എങ്ങനെ ഒരു ഗ്രാഫിൽ കാണിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ മൗസ് ഉപയോഗിച്ച് ആ ഡാറ്റ മുഴുവനായി സെലക്ട് ചെയ്ത് ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്ത് കോളം എന്ന ഈ സിമ്പിളായിട്ടുള്ള ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം 2D ക്ലസ്റ്റേർഡ് കോളം എന്ന ഈ ഗ്രാഫ് സെലക്ട് ചെയ്യാം. ലുക്ക്, നമുക്ക് ഓൾറെഡി ഒരു പ്രീ കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ഇവിടെ തന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആപ്പിളിനെ റെഫർ ചെയ്തിരിക്കുന്നത് ബ്ലൂ ആണ്. ഓറഞ്ച് എന്ന ഫ്രൂട്ടിനെ റെഫർ ചെയ്തിരിക്കുന്നത് ഇവിടെ റെഡ് ഓർ ലൈറ്റ് പിങ്ക് കളറാണ്. ഗ്രേപ്പിനെ ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത് ഗ്രീൻ. ദെൻ ബനാനയെ റെഫർ ചെയ്തിരിക്കുന്നത് വയലറ്റ് കളറിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഈ ആപ്പിളിൻ്റെ ഗ്രാഫിൻ്റെ കളർ നമുക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനായി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഗ്രാഫിൻ്റെ കളർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഹോം ബട്ടണിൽ പ്രസ് ചെയ്ത് ഫിൽ കളർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ യെല്ലോ സെലക്ട് ചെയ്തു. ലുക്ക്, ഇപ്പോൾ ആപ്പിളിൻ്റെ ഗ്രാഫിൻ്റെ എല്ലാ കളറും യെല്ലോയിൽ റെഫർ ചെയ്യാൻ തുടങ്ങി. ലുക്ക്, ഓക്കെ. അതുകൂടാതെ നമുക്ക് ഇവിടെ ഓൾറെഡി മൈക്രോസോഫ്റ്റ് 2007 പ്രീ ഇൻസ്റ്റാൾ ചെയ്ത കുറച്ച് ഗ്രാഫ് ഇവിടെ നമുക്കിവിടെ കാണാം. നമുക്ക് ഇഷ്ടമുള്ളത് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ലുക്ക്, അത് വേണ്ട എന്നാണെങ്കിൽ നമുക്ക് ഓരോ ഗ്രാഫിനും ഓരോ കളർ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഗ്രാഫ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഹോമിൽ പോയി ഫിൽ കളർ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ കളർ ഡാർക്ക് റെഡിലേക്ക് മാറ്റാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഗ്രാഫ് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സലിൽ നല്ലൊരു ഗ്രാഫ് വരക്കാൻ സാധിക്കുന്നത്. ലുക്ക്, ജനുവരിയുടെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ഫ്രൂട്ട്സിൻ്റെയും പ്രൈസിൻ്റെ വേരിയേഷൻ നോക്കാൻ പറ്റുന്നതാണ്. ഫെബ്രുവരിയിൽ ഉള്ള ചേഞ്ചസ്, പിന്നെ മാർച്ചിലുള്ള ചേഞ്ചസ്, നമുക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിലാണ് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഗ്രാഫ് വരക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Please do subscribe. Please comment. That's all. Bye-bye.